Look, guys. ഗായ്സ്, അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഔട്ടിങ്ങിന് പോകാൻ പോവാണ്. അപ്പോൾ തെൽവാണ്ടിയിലാണ് ഔട്ടിങ് പോകുന്നത്. ഇത് കുറേ നാളായിട്ട് വിചാരിക്കുന്നത് സോളോ ഡേറ്റ് പോകണമെന്ന്. പക്ഷേ ഇത് അപ്പോൾ സോളോ ഡേറ്റ് അല്ല, പിന്നെ ഒരിക്കലും പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എനിക്കാണെങ്കിൽ കൂടുതലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിനോട് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. എനിക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വേണം, അങ്ങനെ കേട്ടോ. പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയായിട്ടുള്ള എൻട്രി നമ്മളിവിടെ എഴുതാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പുറത്തിറങ്ങി. നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. കോളേജിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ രംഗോലി വരച്ച് വെച്ചിട്ടുണ്ട്. കിട്ടാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം, പക്ഷെ അങ്ങോട്ട് കിട്ടുന്നില്ല. കുറേ നടക്കേണ്ടി വരും. ഞങ്ങളുടെ കോളേജിൻ്റെ വഴിയാട്ടോ ഇത്. ഞങ്ങൾ ട്രാക്ടർ കാത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. സാധാരണ നമ്മളാണെങ്കിൽ ബസ് കാത്ത് നിൽക്കുമ്പോൾ കൂടുതലും പോകുന്നത് ട്രാക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ആണെങ്കിൽ നേരെ തിരിച്ച്, ഇപ്പോൾ ബസ്സാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. നമ്മുടെ കോളേജിൻ്റെ വേറൊരു ഭാഗമാട്ടോ ഇത്. പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ നല്ല പാടം ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. ബസ്സിന് പുറകിലായിട്ട് ഒരു ട്രാക്ടർ വരുന്നുണ്ട്. ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കൈ കാണിച്ചാൽ നിർത്തോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, അതിനകത്ത് ഇരിക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തായാലും ഞങ്ങൾ കൈ കാണിക്കുന്നുണ്ട്. ഗായ്സ്, ഫൈനലി അതങ്ങനെ നിർത്തിയിട്ടോ. നമ്മൾ ഇവിടെയല്ല കയറാൻ പോകുന്നത്, ഇതിൻ്റെ ഫ്രണ്ടിലാണ് കയറാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഈ സൈഡിൽ കയറി ഇരിക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കയറുന്നതൊക്കെ ഭയങ്കര റിസ്ക് ആണ്, പക്ഷെ റിസ്ക് എടുത്ത് നമുക്ക് നല്ല വ്യൂ കണ്ട് പോവാം. നമ്മൾ ഇതേ കണക്കൊരു ട്രാക്ടറിൽ എന്തായാലും പഞ്ചാബ് എക്സ്പ്ലോർ ചെയ്യണം. കാരണം ബസ്സിൽ പോകുന്നൊരു വൈബല്ല ട്രാക്ടറിൽ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇതേ കണക്ക് നല്ല കാഴ്ചയൊക്കെ കണ്ട് നല്ല കാറ്റൊക്കെ അടിച്ച് പാട്ടൊക്കെ കേട്ടിരുന്ന് പോകാൻ പറ്റും. ട്രാക്ടർ ബൈയോട് ബായൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചായാപ്സിയിട്ട് പോവാണ് ഗായ്സ്. ഞാൻ ഇവിടെ വന്നിട്ടാട്ടോ ഈ ചായാപ്സിന്ന് വെജ് ബർഗറും വെജ് റോളും ഒക്കെ ട്രൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്തായാലും നോൺ വെജാണ് ഞാൻ കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടുത്തെ ആംബിയൻസും ഇഷ്ടമാണ്, ഇവിടുത്തെ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ഗുരുകാശിന്ന് തെൽവാണ്ടിയിലേക്ക്. എനിക്ക് ക്യാപ്പച്ചിനോ ആൻഡ് ബർഗറാണ് വേണ്ടത് ഇവിടുന്ന്. ഞങ്ങൾ ഓൾറെഡി ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 40 രൂപയ്ക്ക് ഭയങ്കര വർത്താട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഗുരുദ്വാര ഉള്ളതുകൊണ്ടാണ് ഇവിടെ പ്യുവർ വെജ് ആവുന്നത്. അതായത് ഇവിടുത്തെ കേക്ക് ഷോപ്പിൽ പോലും ഇവർ എഗ് ഒന്നും യൂസ് ചെയ്യാറില്ല, അത്ര സ്ട്രിക്റ്റ് ആണ്. ഇവിടെ വെജ് മാത്രമാണ് അലോ ചെയ്യുന്നത്. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രാക്ടറിൽ തന്നെ പോയാലോ എന്ന്. അതാകുമ്പോൾ നമുക്കൊരു വൈബും കിട്ടും. പിന്നെ ആണെങ്കിൽ അങ്ങോട്ട് ബസ്സിലിങ്ങനെ ഒന്നും കാണാതെ, അതായത് ഫുള്ളിങ്ങനെ ഇരിക്കുകയും ചെയ്യേണ്ട, നമുക്കാണെങ്കിൽ അടിച്ച് പൊളിക്കുകയും ഉണ്ടാവാമല്ലോ. നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങളുടെ ബ്രദേഴ്സ് ബേക്കറിയിലെ കേക്കിന്. ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഒരു ലോങ് വീഡിയോയിൽ. ഞാൻ എന്തായാലും ഈ വട്ടം പോവുകയാണെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. അത് നല്ല ടേസ്റ്റാണ്, അതെല്ലാവരും ട്രൈ ചെയ്യേണ്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ 40 റുപ്പീസിൻ്റെ ബർഗർ. ബ്രൗൺ ഷുഗർ ആട്ടോ ഞങ്ങൾ ചൂസ് ചെയ്തത്. അതിനുശേഷം അതിങ്ങനെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ ചെറിയൊരു വിഷമുണ്ട്, കാരണം നല്ല ഡിസൈനാണ്. പക്ഷെ കുടിച്ച് നോക്കിയപ്പോൾ അത്ര മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളാണെങ്കിൽ 3 പേരും ക്യാപ്പച്ചിനോ ആണ് ഓർഡർ ചെയ്തത്. ഒരാൾ മാത്രമാണ് കോൾഡ് കോഫി ഓർഡർ ചെയ്തത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുടിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ഇനിയാണെങ്കിൽ നമ്മൾ ബ്രദേഴ്സിട്ട് പോകും കേക്ക് കഴിക്കാൻ. അവിടെ ഏറ്റവും കുറഞ്ഞത് 20 റുപ്പീസിൻ്റെ കേക്ക് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ബ്രദേഴ്സിട്ട് നടക്കാൻ പോവാണ്. ഈ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ നമ്മുടെ ബ്രദേഴ്സ് വരുന്നത്. ബ്രദേഴ്സ് ബേക്കറിയുടെ ഉള്ളിൽ കയറിയാൽ എന്താ കഴിക്കേണ്ടതെന്നാണ് എനിക്ക് ടെൻഷൻ. ഞാൻ ഒരു ഫുഡ് ആയതുകൊണ്ട് എനിക്കെല്ലാം ട്രൈ ചെയ്യാനുള്ളൊരു ത്വരയുണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിലെ ബേക്കറിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര വില കുറവാണ്. അവിടെ 150, 250 എന്നൊക്കെ റേഞ്ചിനുള്ള കേക്കുകൾ, പക്ഷേ ഇവിടെ വെറും 50, 60, 70 ആ റേഞ്ചിനാണ് കിട്ടുന്നത്. പിന്നെ സാധാ നോർമൽ കേക്കുകൾക്ക് 20, 30 അങ്ങനത്തെ റേഞ്ചിലാണുള്ളത്. പിന്നെയാണെങ്കിൽ ഈ കാണുന്ന വലിയ കേക്കിന് 350, 250 ആ റേഞ്ചിലൊക്കെ ആട്ടോ വരുന്നത്. ഇവിടെ കേക്ക് മാത്രമല്ല സ്നാക്സും വരുന്നുണ്ട്. പിന്നെ ഇതാട്ടോ എൻ്റെ ഫേവറേറ്റ് കേക്ക്. അപ്പോൾ ഞാൻ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ വരുന്നതെന്ന് പറഞ്ഞാൽ ബട്ടർ സ്കോച്ച് ആണ്. 30 രൂപയ്ക്ക് ടേസ്റ്റും ക്വാണ്ടിറ്റിയും വർത്താണ് കേട്ടോ ഈ കേക്കിൻ്റെ. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇവിടുന്ന് 2 കേക്ക് പാഴ്സൽ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത കടയിൽ ഞങ്ങൾ ചെന്നു കേട്ടോ. ഇവിടുന്ന് ട്രൈ ചെയ്തത് ബേസൻ ലഡു എന്ന് പറഞ്ഞൊരു ലഡുവാണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ പാഴ്സൽ എടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഞങ്ങളൊരു 10 മിനിറ്റോളം നടന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുള്ള സ്ഥലങ്ങൾ. തൊട്ടടുത്ത് തന്നെ ഒരു കല്യാണ വീടുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് പാഴ്സലൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങളാണെങ്കിൽ ലിഫ്റ്റിന് വേണ്ടി കാത്തിരുന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. കുറേ വണ്ടിക്ക് കൈ കാണിച്ചിട്ട് ഈ വണ്ടിയായിട്ട് ലാസ്റ്റ് നിർത്തിയത്. അത് നിർത്തുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനേ പറ്റിയിട്ടില്ല. ഞങ്ങൾ മെയിനായിട്ട് ട്രാക്ടറായിട്ടോ നോക്കിയത്. എൻട്രി ടൈം 6 മണിയായതുകൊണ്ട് നമുക്ക് എന്തായാലും അതിന് നേരത്തെ അവിടെ ചെല്ലണം. അപ്പോൾ പിന്നെ ട്രാക്ടറിനെ വേസ്റ്റ് ആക്കാൻ നമ്മുടെ ഈ ടൈമില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിങ്ങ് ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങ് പോവുക. അങ്ങനെ ഞങ്ങൾ ഫൈനലി യൂണിവേഴ്സിറ്റിയിലെത്തി. പിന്നെ ആ ബൈയോട് ബായി ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളാണെങ്കിൽ കയറാൻ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത്രയും നേരം ഒരു ട്രാക്ടറും പോവാത്തതാണ് ഇപ്പോൾ 1 by 1 ആയിട്ട് ഈ വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ സ്ലിപ്പൊക്കെ പുള്ളിക്ക് കൊടുത്ത് അവിടെ ഇൻ ടൈമൊക്കെ എഴുതിയിട്ട് നമ്മളാണെങ്കിൽ നേരെ ഹോസ്റ്റലിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് എത്തി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.